അപ്പം നമ്മളെ വാഗമണ്ണ് തങ്ങളുപാറ നിൽക്കുകയാണ് കേട്ടോ. തങ്ങളുപാറയിൽ ഇങ്ങനെ മേലോട്ട് കയറി പോകണം. കുറച്ച് ദൂരമൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടോ നോക്കാവേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അത് ഇവിടെ നിന്നിട്ടേ കണ്ടുള്ളൂ. ഞാൻ വിചാരിച്ച ആ മുകളിൽ കാണുന്നിടത്തായിരിക്കും പള്ളി എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ, ഇനിപ്പിച്ച് പേടിക്കണ്ട. പിള്ളേരൊക്കെ കയറുന്നുണ്ട്, വലിയ പ്രായമുള്ള ഉമ്മമാരൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കയറി നോക്കാമെന്ന്. അങ്ങനെ ഞാൻ ഭയങ്കര ആവേശത്തിലും ഭയങ്കര സന്തോഷത്തിലും ഒക്കെ കയറിയാണ്. പേടിയൊക്കെ കുറച്ചൊന്ന് മാറ്റി നിർത്തിയിട്ട് കുറച്ച് ഹൈറ്റിലോട്ട് കയറുമ്പോൾ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനും ഫിദായും കൂടെ ഒന്ന് കുറേ വ്യൂ ഒക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത റൂമിൻ്റെ അവിടുത്തെ ആ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഫിദ പറഞ്ഞ കുഞ്ഞെ ഇനിയും കയറാനുണ്ട്, ബാ കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഞാൻ ധൈര്യമൊക്കെ സംഭരിച്ച് ഇങ്ങനെ മുകളിലോട്ട് കയറി പോവുകയാണ് കേട്ടോ. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പണി വാളുന്നതായിട്ട് തോന്നി. കാരണം മുകളിലോട്ട് കയറുമ്പോൾ ഞാൻ അറിയുന്നില്ല. ജസ്റ്റ് ഞാൻ തിരിഞ്ഞ് താഴോട്ട് നോക്കിയപ്പോൾ നമ്മുടെ കാറൊക്കെ കിടക്കുന്നുണ്ട്. ഒരു പേടി എനിക്ക് വരുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, തിരിച്ച് ഞാൻ കയറി വരാം എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇത്ത എന്നോട് പറഞ്ഞ് ഇവിടെ അല്ല, കുറച്ചും കൂടെ മുകളിലോട്ട് പോകാനുണ്ടെന്ന്. പക്ഷെ ഞാൻ അവിടെ വരെ എത്തിപ്പറ്റിയില്ല. ഇക്കായും സല്ലുവും ഫിദായൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവരെ കാണാണ്ടായിട്ട് ഞാൻ കുറേ സമയം ഇവിടുന്ന് പോകുന്നവരൊക്കെ പറഞ്ഞു വിടുവാണ്, സല്ലൂന്നൊന്ന് വിളിച്ചാൽ മതി, ആരാ വിളി കേൾക്കുന്നത് എന്നിട്ട് പറഞ്ഞാൽ മതി, ഉമ്മി താഴെ ഇപ്പോണ്ട് ഇങ്ങ് വേഗം വരാൻ പറഞ്ഞ് അവരവിടെ പോയി ഇരുന്നിട്ട് അടിപൊളിയായിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് വന്നത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഞാനും സേതാത്ത അവിടെ പോസ്റ്റായിട്ട് ഇരിക്കുകയായിരുന്നു കുറേ സമയം. പിന്നെ തണുത്ത കാറ്റുകളുണ്ട് കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വണ്ടിക്കകത്ത് അടിച്ചു വിളിച്ച് കുറച്ച് പാട്ടും വൈബൊക്കെ ആക്കിയിട്ട് നേരെ വരുന്ന അഞ്ചുരുളിലാണ്. ഇവിടെയും ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ പ്രാവശ്യം വന്ന് ഇവിടുത്തെ ഹൈറ്റിലെ വെള്ളം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. വീണ്ടും ഞാൻ വിചാരിച്ചിട്ടുണ്ട് പഠിച്ചോനെ ഇത്രയും വെള്ളം വന്നതിനെ എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ ഇറങ്ങാവുള്ളൂ, എപ്പോഴും അവിടെ വെള്ളം തുറന്നു വിടുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ സേഫാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട്. ഇത്രയും വെള്ളമൊക്കെ ഉള്ളു, വെള്ളമൊന്നും ഇല്ല. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വരികയാണ് കേട്ടോ. ഞാൻ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. പ്ലിങ് വീണുപോയി. വീണതിനേക്കാളും സങ്കടം എന്താ പറയുക, ഈ കൈ തന്ന് പിടിച്ച് കയറ്റുന്ന ആദിലിൻ്റെ സന്തോഷം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവനെ ഞാൻ എങ്ങനെ വിശ്വസിക്കൂ എന്നുള്ളത്. എന്നിട്ടും പാവം കേട്ടോ, എന്നെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിൽക്കുകയാണ്. ഇവളൊന്ന് പോയിട്ട് എവിടെയൊക്കെ വീഴുമെന്ന് അറിഞ്ഞിട്ട് മൈൻഡിൽ കരുതി വെച്ചിട്ട് നടക്കാമെന്ന് വിചാരിക്കണം. അപ്പം വീണ സന്തോഷവും എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.